നമസ്കാരം. സ്നേഹജ്യോതിസ് അമ്മ പ്രാർത്ഥനാ ധ്യാനം. ഭഗവാന്റെ ഇന്നത്തെ മെസ്സേജ്, നമുക്കുള്ള സന്ദേശം, കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തെ പടിപടിയായി മാറ്റുവാനും ഓരോ ദിവസം ഈ മെസ്സേജുകൾ തന്നുകൊണ്ട് നമ്മുടെ പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെ തീർക്കാനുള്ള വഴിയിലേക്ക് നമ്മളെ ഭഗവാൻ നയിക്കുകയാണ്. ഇത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദ വല്ലഭായ നമഃ. അവിടെ നിന്ന് നൽകുന്ന ഈ സന്ദേശം സ്വീകരിക്കാൻ റെഡിയാണ്. പടിപടിയായി നമ്മളറിയാതെ മാറ്റുന്ന ഈ പ്രക്രിയ ഞങ്ങളെയും ഉൾപ്പെടുത്തിയതിന്, എന്നെയും ഉൾപ്പെടുത്തിയതിന്, ഞങ്ങളെയും ഇത് കാണുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയതിന് ഭഗവാനോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്കൊരു കാർഡ് ഇതിലെടുക്കാം പ്രാർത്ഥിച്ച്. ഭഗവാന് ഒരു കാർഡ് ഞാൻ എടുക്കുന്നു. ഇത് തന്നെ എടുക്കാം. പ്രസൻസ് ഓഫ് മൈൻഡ്, അതാണ് ഭഗവാൻ പറയുന്നത്. തിങ്ക് ആൻഡ് ആക്ട് വൈസിലി. പ്രസൻസ് ഓഫ് മൈൻഡ്. അതിനുശേഷം പറയുന്നുണ്ട് തിങ്ക് ആൻഡ് ആക്ട് വൈസിലി കേട്ടോ. അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു സന്ദേശം, നമ്മൾ കഴിഞ്ഞത് ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത്, അതിലെ ദുഃഖകരമായ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ച് സമയം കളയണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. തിങ്ക് ആൻഡ് ആക്ട് വൈസിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവം ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് സമയം കളഞ്ഞ് നമ്മുടെ എനർജി, ആരോഗ്യവും എനർജിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിലും അത് ശരിയാണ്. ഓരോ ചിന്തകൾക്കും അനുസരിച്ച് കറണ്ട് ചിലവാകുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഈ കറണ്ട് എടുക്കുന്നത് നമ്മൾ അന്നന്ന് എടുക്കുന്ന ശ്വാസത്തിൽ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഊർജം ഉപയോഗിച്ച്, പ്രാണ എനർജി ഉപയോഗിച്ച്. അപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ആലോചിച്ച് വീണ്ടും വീണ്ടും ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ കറണ്ട് വെറുതെ കളയുന്നു എന്ന് മാത്രമല്ല, നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നു ചേരും. ആ എനർജി, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണത്. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകളയുക. ഭഗവാനുണ്ടല്ലോ നമ്മുടെ കൂടെ, ഭഗവാൻ നമ്മളെ നയിക്കുന്നുണ്ട്, ഭഗവാൻ ദിവസവും നമുക്ക് സന്ദേശങ്ങൾ തരുന്നുണ്ട്. അതിനർത്ഥം ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട്, നമ്മളെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയത്. അപ്പം നാമജപമുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ, അതിലും പങ്കെടുക്കുക. നമ്മളറിയാതെ തന്നെ നമ്മൾ സാവധാനം ഉയർത്തി കൊണ്ടുപോയി 1008 സംഖ്യ എത്തുമ്പോഴേക്കും നാമജപം നമ്മുടെ ജീവിത രീതി തന്നെ മാറിയിട്ടുണ്ടാവും. 2 ചാനലിലും ഉണ്ട്. ഒരു ദിവസം ഒരു ചാനലിലാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ ചാനലിൽ സ്നേഹജ്യോതിസ് ഗുരുകുലം അമ്മ പ്രാർത്ഥനാ ധ്യാനം. ഇപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞതൊക്കെ വിട്ട് നമ്മൾ ഒന്ന് പ്രസൻ്റായ മൂമെൻറ്റിൽ നീങ്ങുക. പിന്നൊന്ന് ഉദ്ദേശിക്കുന്നത് സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അങ്ങനെയും ഒരർത്ഥം കൂടി നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. നമുക്ക് മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ, ഉയരാനുള്ള സാഹചര്യങ്ങളെ നമ്മളത് സ്വീകരിക്കുക. നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ, നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന, നമ്മളെ തകർക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൂടി നമ്മളിവിടെ പ്രയോഗിക്കണം. അതും കൂടിയാണ് തിങ്ക് ആൻഡ് ആക്ട് വൈസിലി കേട്ടോ. നമ്മൾ ചിന്തിക്കുക, നല്ല ബുദ്ധിപൂർവമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ പ്രവർത്തിക്കുന്നതും ബുദ്ധിപരമായിട്ടായിരിക്കുക. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചാടി എടുക്കാതെ നമുക്ക് ഗുണകരമാകണം, നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നതിന് മാത്രം ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഉപയോഗിക്കുക. അവിടെ നമുക്ക് നെഗറ്റീവാണ്, നമുക്ക് ദുരിതം അല്ലെങ്കിൽ ദോഷകരമായി മാറും നമ്മുടെ സ്വഭാവങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അമിതമായി ദേഷ്യം വരുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് നമുക്ക് ദോഷമാണ്, നമ്മുടെ ശരീരത്തിനെ രോഗിയാക്കി മാറ്റും നമ്മളറിയാതെ തന്നെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ വരുന്ന കാര്യങ്ങൾ, സൗഹൃദങ്ങളായാലും ശരി, ജോലികളാണെങ്കിലും ശരി, എല്ലാ മേഖലകളിലും
നമ്മുടെ യൂട്യൂബ് തന്നെ വീഡിയോസ് ഉണ്ടാവും, ഇതിൽ ഒരുപാട് വീഡിയോസ്. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ഉപയോഗിക്കുന്ന അതിന് യോജ്യമാകുന്ന വീഡിയോസ് തിരഞ്ഞെടുക്കുക. നമ്മുടെ സീരിയലുകളൊക്കെ കണ്ട് സമയം ഒരുപാട് കളയുന്നതാണ്. ഒരു 3-4 മണിക്കൂർ ഡെയിലി നമ്മൾ കളഞ്ഞുകൊണ്ട് ദുഃഖത്തിൻ്റെ ഒരു ആവരണം നമ്മൾ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കാതെ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉപയോഗിക്കുക 2 രീതിയിൽ. ഒന്ന്, പ്രസൻറ്റ് ടൈമിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. 2, സാഹചര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവം നല്ല ചിന്തിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഭഗവാൻ തരുന്നതാണ് നമുക്കുള്ള മെസ്സേജ്. ആ മെസ്സേജ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത മെസ്സേജുകളും ഭഗവാൻ പതുക്കെ പതുക്കെ നമ്മളെ കൈപിടിച്ചുയർത്തും. അപ്പോൾ ഭഗവാന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ നല്ല ഒരു ഇമേജാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.